KSRTCയിൽ സൗജന്യ യാത്രാ ഉദ്ഘാടനത്തിൽ CPM MLAമാർ വിട്ടുനിൽക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഓർഡിനറി ബസ്സിൽ മാത്രമല്ലല്ലോ ഫ്രീ എന്ന് നേരത്തെ പറഞ്ഞതെന്നും ഇപ്പോൾ എങ്ങനെ മാറ്റിയെന്നും ചോദ്യം. ഇതാളെ പറ്റിക്കലാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. KSRTC ബസ്സിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ സൗജന്യമായി യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്കും പോകാം, അല്ലേ? ടൂറിസം പോലെ ഉപയോഗിക്കാം ഉൾപ്പെടെ എല്ലാം എന്തൊക്കെയാണ് പറഞ്ഞു വന്നത്. ആ പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ഏതാണ്ട് 1000 ബസ്സിൽ മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് മലബാറിൽ തീരെ ഓർഡിനറി ബസ്സില്ല, വളരെ അപൂർവമേ ഉള്ളൂ. ഇനിയും കുറേയും കൂടി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ് KSRTCയുടെ ഓർഡിനറി ബസ്സുള്ളത്. അത് വളരെ വളരെ ഭാഗികമായ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അത്രത്തോളം സൗകര്യം കൊടുത്തതിന് ഞങ്ങൾ ഇതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഞങ്ങളതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വിമർശനാത്മകമായ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് പോയി സഹകരിക്കുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്ന കാര്യമില്ല. ഇല്ല, അത് വളരെ ആളെ പറ്റിക്കുന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ട്. KK പ്രശാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര. അതിൽ ചില നിബന്ധനകൾ പിന്നീട് കൊണ്ടുവന്നു. ഇപ്പോൾ അതിനെതിരെ ഒരു എതിർപ്പാണ് CPM ഉന്നയിക്കുന്നത്. MLAമാർ വിട്ടുനിൽക്കുമെന്നും പറയുന്നു. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, ഈ പദ്ധതി മുന്നോട്ട് വെച്ചത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. പ്രിയദർശിനി ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന നിലയിൽ തന്നെ അങ്ങനെ ഒരു നീക്കം വരുന്നു. പ്രിയദർശിനി സർവീസ് എന്ന നിലയിൽ പുതിയൊരു സംവിധാനം വരുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള നിലപാടിലേക്ക് കോൺഗ്രസ് പോവുകയും അത് പ്രഖ്യാപനത്തിലേക്ക് നടപ്പാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും ആദ്യഘട്ടത്തിൽ, അതായത് മുഖ്യമന്ത്രി മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയ സമയത്ത് വീടുകളിലൊക്കെ തന്നെ കയറി ഇറങ്ങി പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് എല്ലാവർക്കും ടൂറുകൾ, വിനോദയാത്രക്കൊക്കെ തന്നെ പോകാൻ കഴിയുന്ന തരത്തിലേക്ക് സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി ഉണ്ടാകും എന്ന തരത്തിലാണ്. പിന്നീട് അത് ഓർഡിനറിയിലേക്ക് വരും. അതായത് സംസ്ഥാനത്ത് KSRTCകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. അതിപ്പോൾ ആദ്യഘട്ടത്തിൽ ഓർഡിനറിയിലേക്കാണ്. സർക്കാർ പറയുന്നൊരു വാദം അതുതന്നെയാണ്. ആദ്യഘട്ടത്തിലാണ് ഓർഡിനറിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഞാനുള്ളത് പറവൂരാണ്. പറവൂർ ഇപ്പോൾ നമ്മൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് കേട്ടതാണ്. അതിനുശേഷം MV ഗോവിന്ദൻ പറഞ്ഞതിന് ശേഷം നമ്മൾ പറവൂരേക്ക് എത്തുമ്പോൾ ഇവിടെ 4 വാഹനങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ VD സതീശൻ ഈ പറവൂരിലേക്ക് എത്തും. ഈ വാഹനത്തിൽ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ച് എഴുതി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞത്. അതായത് ഓർഡിനറി ബസ്സുകളിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ എഴുതി ബസ് പ്രത്യേകമായി ക്രമീകരിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു യാത്ര നടത്തുക എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇങ്ങനെയൊരു പ്രഖ്യാപനം, അതായത് ഈ പ്രഖ്യാപനം വളരെ വലുതായിരുന്നു. ഒപ്പം തന്നെ ജനങ്ങൾ വലിയ സ്വീകാര്യതയോടെയൊക്കെ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നൊരു ചോദ്യം എല്ലായിടത്തും ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഒന്ന്, ഈ നേരത്തെ സൂചിപ്പിച്ച MV ഗോവിന്ദൻ സൂചിപ്പിച്ച പോലെ തന്നെ മലബാറിലെ പല മേഖലകളിലും KSRTC ബസ് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുന്നില്ല, പ്രൈവറ്റ് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. തെക്കൻ കേരളത്തിലാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെ കൂടുതലായി KSRTC ബസ്സുകൾ സർവീസ് നടത്തുക. അത് അവിടെയുള്ളവർക്ക് ഗുണകരമാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ KSRTC ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ മറ്റ് നടപടികളോ ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരം നീക്കമുണ്ടാകുക. മാത്രമല്ല, പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഇതിനെ ഒരു പറ്റിക്കൽ പരിപാടിയാണ് എന്ന തരത്തിലൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് MLAമാർ പങ്കെടുക്കുന്ന നിർദ്ദേശം CPMന്റെ ഭാഗത്ത് ഇപ്പോൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPM MLAമാർ ഈ ചടങ്ങിൽ നിന്ന്, ഈ പരിപാടികളിൽ നിന്ന്, അതായത് വിവിധ ഡിപ്പോകളിലും മറ്റും നടക്കുന്ന പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ളതാണ്. അതായത് അവരുടെ CPM MLAമാരുടെ മണ്ഡലങ്ങളിൽ KSRTC തനതായി പരിപാടി സംഘടിപ്പിക്കുകയോ കോൺഗ്രസ്സുകാർ സംഘടിപ്പിക്കുകയോ ചെയ്യും. അവിടെ MLAമാരുടെ, CPMന്റെ MLAമാരുടെ സാന്നിധ്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഏതായാലും അതായത് ഇത് മുന്നോട്ട് പോകട്ടെ, അതിനോട് സഹകരിക്കേണ്ടത്, അത് ഈ തരത്തിൽ സഹകരിക്കേണ്ടതെന്നുള്ളതാണ്. മറ്റ് സർക്കാരിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം ആ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഒരു വിഭാഗം ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും മറ്റ് ബസ്സുകളിൽ കൂടി വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രായോഗിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായ വിഷയങ്ങളെക്കുറിച്ചെല്ലാം തന്നെ സർക്കാർ പഠിക്കും. 100 ദിവസമാണ് ഇത്തരത്തിലുള്ള ട്രയൽ റൺ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഏതൊക്കെ ബസ്സുകളിലേക്ക് കൂടുതൽ വർദ്ധിപ്പിക്കണം, മറ്റ് നടപടികൾ ഏതെങ്കിലും തരത്തിൽ വേണമോ എന്ന കാര്യത്തിലടക്കം തന്നെ സർക്കാർ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തിട്ടുള്ളത്. KSRTC സംബന്ധിച്ചും KSRTC ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ KSRTC ആശങ്ക കൂടി ഇപ്പോഴും നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അശ്വതി, ശരി. KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. KSRTCയിലെ സൗജന്യ യാത്രാ ഉദ്ഘാടനത്തിൽ CPM MLAമാർ വിട്ടുനിൽക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇക്കാര്യം അറിയിച്ചത്. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യ യാത്രയല്ലോ എന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ഇപ്പോൾ എങ്ങനെ മാറിയെന്നുമാണ് ചോദ്യം.